قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. صدق الله العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ എല്ലാം സൃഷ്ടാവും നിയന്താവും സംരക്ഷകനും പരിപാലകനുമൊക്കെയായ അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചത് പ്രകാരം ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും തഖ്വ ഉള്ളവരായിരിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികൾ വിശുദ്ധ ഹറമിലേക്ക് ഹജ്ജിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം ആളുകൾ അവിടെ എത്തിച്ചേർന്നു. പലരും യാത്രയിലാണ്. വേറെ ഒരുപാട് ആളുകൾ പണമൊക്കെ കൊടുത്ത് പോകാൻ കഴിയും എന്ന നിലയിൽ ഒരുങ്ങി, പക്ഷേ സാങ്കേതികമായ തടസ്സങ്ങൾ കൊണ്ട് പോകാൻ കഴിയാതെ വന്നവരുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവരുടെയും ഇഖ്ലാസും നിയ്യത്തും അമലുകളും ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാകുന്നു എന്നൊരു വചനമുണ്ട്. എന്ന് പറഞ്ഞാൽ ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് അറഫ എന്ന് പറയുന്നത്. അതൊരു സ്ഥലത്തിന്റെ പേരാണ്. എന്നാൽ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം, അതിനേക്കാൾ നല്ല ഒരു ദിവസം വേറെയില്ല. അത് യൗമു അറഫയാണ്. ഓരോ വർഷവും ഹജ്ജ് വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ആകെപ്പാടെ ചെയ്ത ഒരു ഹജ്ജ്, അത് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിടവാങ്ങൽ ഹജ്ജ്. ആ ഹജ്ജിന്റെ ഓർമ്മകൾ നമ്മളിലേക്ക് ഓടിയെത്തും. അവിടെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ളതായ പ്രഭാഷണം ഒന്നല്ല, കൊച്ചു കൊച്ചു പ്രഭാഷണങ്ങൾ. ഓരോ വിശ്വാസിയും ആ പ്രഭാഷണങ്ങൾ നന്നായി പഠിക്കുകയും മനസ്സിലാക്കുകയും അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടുന്ന വളരെ മഹത്തരമായ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അറഫയിൽ നിന്ന് ആ പ്രഭാഷണത്തിന്റെ സാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ വരേണ്ടത്. അതൊരു ദൗത്യ കൈമാറ്റത്തിന്റെ സന്ദർഭം കൂടി ആയിരുന്നുവല്ലോ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വഴികാണിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല അംബിയാ മുർസലീങ്ങളെ അയച്ച് ആ റിസാലത്ത് ഇനി നബിയെ അയക്കുകയില്ല എന്ന നിലയിൽ അന്ത്യദൂതരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചപ്പോൾ, പക്ഷെ ഇനിയും ജനങ്ങൾക്ക് സന്മാർഗം എത്തിച്ചു കൊടുക്കുവാനുള്ള ബദൽ വഴി എന്നുള്ള നിലയിൽ മൊത്തം മുഅ്മിനീങ്ങളെ ആ ദൗത്യം ഏൽപ്പിച്ച ചരിത്രപരമായിട്ടുള്ള വലിയ ഒരു സന്ദർഭമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫാ ദിനങ്ങൾ എന്ന് പറയുന്നു. ഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ? എന്റെ ദൗത്യം ഞാൻ നിർവഹിച്ചില്ലയോ?
എന്ന ചോദ്യവും അവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകളും ബല ഷഹിദിന, അതെ ഞങ്ങൾ അതിന് സാക്ഷികളാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയതും. എങ്കിൽ ഇതിന് സാക്ഷികളായവർ, സാക്ഷികളാകാത്തവർക്ക്, ഷാഹിദായ ആളുകൾ, ഗായിബായ ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കണം എന്ന് പറയുക വഴി ആ ദൗത്യ കൈമാറ്റമാണ് നടന്നിട്ടുള്ളത്. എന്തായിരുന്നു അറഫ പ്രഭാഷണം എന്ന് പറയുന്നത്? നമ്മുടെ പലരുടെയും വീടിന്റെയും ഓഫീസിന്റെയും ചുമരുകളിൽ അറഫ പ്രഭാഷണം ഇങ്ങനെ നല്ല സൗന്ദര്യത്തോടുകൂടി എഴുതി തൂക്കിയത് കാണാറുണ്ട്. സാധാരണ രാഷ്ട്രനായകന്മാരൊക്കെ നടത്തുന്ന പ്രഭാഷണങ്ങളുണ്ട്. പലരും ഭരണമേറ്റെടുക്കുമ്പോൾ നടത്തുന്ന പ്രഖ്യാപനങ്ങളുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രഭാഷണങ്ങൾ അന്ധകാരം നിറഞ്ഞ മക്കയിൽ, അതിനെ തുടർന്ന് മദീനയിൽ അള്ളാഹുവിന്റെ സന്ദേശത്തെ നാവുകൊണ്ട് ചൊല്ലിപ്പഠിപ്പിക്കുക മാത്രമല്ല, കർമ്മം കൊണ്ട് പ്രാവർത്തികമാക്കി സ്ഥാപിച്ച് അത് പ്രയോഗവൽക്കരിച്ചതിന് ശേഷമുള്ള അഭിമാനപൂർവമായിട്ടുള്ള പ്രഖ്യാപനമായിരുന്നു. പറയാനും പ്രഖ്യാപിക്കാനും വാഗ്ദാനങ്ങൾ നൽകാനും ഒക്കെ എളുപ്പമുള്ള കാര്യമാണ് എന്ന് നമുക്ക് അനുഭവം കൊണ്ടറിയാം. പക്ഷേ ഇതങ്ങനെ വെറും പറച്ചിലല്ല, ഇത് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയും സമൂഹത്തിൽ എന്താണോ പറയുന്നത് അതങ്ങനെ തന്നെ നടപ്പിലാക്കുകയും ചെയ്തതിന് ശേഷമുള്ള പ്രഖ്യാപനമാണ്. ലോകം കണ്ട ഏറ്റവും ശ്രദ്ധേയമായ മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു അറഫ പ്രഭാഷണങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളത് പഠിക്കണം. പ്രത്യേകിച്ച് വംശീയതയുടെ പുതിയ കാലത്ത്, വർണ്ണവെറിയുടെ പുതിയ ലോകത്ത്, ജാതീയമായും ഭാഷാപരമായും നിറത്തിന്റെ പേരിലും മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ കാലത്ത് പിറന്ന മണ്ണിൽ മനുഷ്യരായ അന്തസ്സോടെ ജീവിക്കാൻ സമ്മതിക്കാതെ ആട്ടിയോടിക്കുന്ന കിരാതരായ ഭീകരരായ ആളുകൾ ലോകം വാണുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാം. ഹജ്ജ് എന്ന് പറയുന്നത് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ്. എല്ലാ ആരാധനകളുടെയും കാമ്പ് ഉൾക്കൊള്ളുന്ന ആരാധന. നമസ്കാരത്തിന് സമാനമായ തവാഫ് അതിലുണ്ട്. സകാത്തിന് സമാനമായ ധനം ചെലവഴിക്കൽ അതിലുണ്ട്. നോമ്പിന് സമാനമായ ത്യാഗങ്ങൾ, വേദാനുഷ്ഠാനത്തിന് സമാനമായ പ്രയാസങ്ങൾ അതിലുണ്ട്. ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. എല്ലാ ആരാധനകളും ഉൾച്ചേർന്ന ഒരു വലിയ ആരാധനയാണ് ഹജ്ജ്. അങ്ങനെ പ്രത്യേകമായ ഹജ്ജിന്റെ സന്ദർഭത്തിൽ എന്താണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മനുഷ്യരെ കുറിച്ചാണ് പറഞ്ഞത്. മനുഷ്യരെ കുറിച്ചാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. ഒരു വിഭാഗീയതയുമില്ല, ഒരു വർഗീയതയുമില്ല, സാമുദായികതയുമില്ല, ഒരു പക്ഷപാതിത്വവുമില്ല, ഒരു സങ്കുചിതത്വവുമില്ല. അല്ലയോ മനുഷ്യരെ, ഇന്ന ദിമാഉകും വഅംവാലുകും വഅറാദുകും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമികും ഹാദാ വബലദികും ഹാദാ വശഹരികും ഹാദാ. അല്ലയോ ജനങ്ങളെ, അറബികളെ എന്നല്ല, അല്ലയോ ജനങ്ങളെ, മാപ്പിളമാരെ എന്നോ മുസ്ലിങ്ങളെ എന്നോ അല്ല, അല്ലയോ ജനങ്ങളെ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും, മനുഷ്യരായി പിറന്ന എല്ലാവരും, നിങ്ങളുടെ രക്തം അത് പവിത്രമാണ്, നിങ്ങളുടെ സമ്പത്ത് അത് വിശുദ്ധമാണ്, നിങ്ങളുടെ അഭിമാനം കളങ്കപ്പെടുത്താൻ പാടില്ലാത്തതാണ്. ഈ ദിവസത്തിന്റെ പവിത്രത പോലെ, ഈ നാടിന്റെ വിശുദ്ധി പോലെ, ഈ മാസത്തിന്റെ പരിശുദ്ധി പോലെ
വിശുദ്ധമാണ് മനുഷ്യന്റെ രക്തം. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ഖുർആൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യനെ വധിച്ചാൽ ലോകത്തെ സകലരെയും വധിച്ചതിന് തുല്യമാണ്. രക്തത്തിന്റെ പവിത്രത, മനുഷ്യ ജീവന്റെ വില. പലരും പറയാത്തതും പറഞ്ഞു. അയാൾക്കും നിങ്ങളുടെ അഭിമാനം, സമ്പത്ത് മാത്രമല്ല അവിടെ സംരക്ഷിക്കപ്പെടുന്നത്, ജീവൻ മാത്രമല്ല സംരക്ഷിക്കപ്പെടുന്നത്, മനുഷ്യന്റെ അഭിമാനം വളരെ വലുതാണ്. ഈ പ്രഖ്യാപനത്തിലാണ് അറഫ പ്രഭാഷണം ശ്രദ്ധേയമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാമിന്റെ അടിസ്ഥാനമായിട്ടുള്ള തൗഹീദ് ആ പ്രഭാഷണത്തിൽ ഇങ്ങനെ മുഴച്ചു നിന്നു. എന്തിനാണ് പരിശുദ്ധ ഇസ്ലാം അള്ളാഹുവിന്റെ മാത്രം കീഴ്വണങ്ങണമെന്ന്, അവന്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്യണമെന്ന്, അള്ളാഹുവിന്റെ മാത്രം അടിമകളാകണമെന്ന് പറയുന്നത്? അള്ളാഹുവിന്റെ ഇസ്സത്ത് വർദ്ധിക്കാനാണല്ല. അള്ളാഹുവിന്റെ ഇസ്സത്ത് ലോകത്തെല്ലാവരും അള്ളാഹുവിന്റെ അടിമത്തം അംഗീകരിച്ച് വിശ്വാസികളായാലും അള്ളാഹുവിന്റെ ഇസ്സത്ത് പ്രത്യേകിച്ച് കൂടാനൊന്നും പോകുന്നില്ല. ഒരാളും വിശ്വസിച്ചില്ലെങ്കിൽ ആ ഇസ്സത്തൊട്ട് കുറയാനും പോകുന്നില്ല. മനുഷ്യന് വേണ്ടിയാണ് അള്ളാഹു അത് പഠിപ്പിച്ചത്. ഒട്ടേറെ യജമാനന്മാരുടെ അടിമകളായി മനുഷ്യരിങ്ങനെ തുണ്ടം തുണ്ടമായി പോകരുത്. അള്ളാഹു ഏകനാണ്, നിങ്ങളുടെ ഇലാഹു, നിങ്ങളുടെ യജമാനൻ ഏകനാണ്. ഏകനായ ഇലാഹിന്റെ അടിമകൾ എന്ന് പറയുന്ന ഏകത്വം, അതാണ് തൗഹീദിന്റെ ഏറ്റവും ശക്തമായ മാനവികമായ മുഖം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അറഫ പ്രഭാഷണങ്ങളിൽ ഇത് പഠിപ്പിച്ചു. സഹോദരന്മാരെ, നമ്മുടെ മനസ്സിന്റെ അകത്ത് എന്താണുള്ളത്? നമ്മൾ പുറമേക്ക് ഇസ്ലാമിന്റെ മഹത്വമായിട്ട് ഇത് എടുത്തോതുമ്പോൾ നല്ലത് തന്നെ. പക്ഷെ യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസക്കും, അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ നിങ്ങളെ കുറിച്ച് സ്വന്തം ചിന്തിക്ക്. നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? അതിൽ വർഗീയത വന്നു ചേരുന്നുണ്ടോ? അതിൽ സാമുദായികത കൂട്ടുകൂടുന്നുണ്ടോ? ഏതെങ്കിലും നിലയിലുള്ള പക്ഷപാതിത്വം, സംഘടനാപരമായ പക്ഷപാതിത്വം, പ്രാദേശികമായ പക്ഷപാതിത്വം, ഏതെങ്കിലും നിലയിൽ കുടുംബപരമായ, ഗോത്രപരമായ, തറവാടിത്തപരമായ പക്ഷപാതിത്വം, അതൊക്കെ വന്ന് നമ്മുടെ ആദർശം, നമ്മുടെ തൗഹീദ് മലിനപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇസ്ലാമിന്റെ മഹത്വം നമ്മൾ ഉദ്ഘോഷിക്കുമ്പോൾ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കണം. അറഫ പ്രഭാഷണങ്ങളിൽ മനുഷ്യരുടെ തുല്യത മൊത്തത്തിൽ പറഞ്ഞതിന് പുറമെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ കുറിച്ച് സവിശേഷമായി പറഞ്ഞു. എല്ലാ കാലത്തും നീതി നിഷേധിക്കപ്പെടുന്ന, അടിച്ചമർത്തപ്പെടുന്ന ഒരു വിഭാഗം. പക്ഷേ സ്ത്രീകളുടെ അവരോടുള്ള പെരുമാറ്റം, അവർക്ക് നൽകേണ്ടുന്ന സ്ഥാനം, അവരോട് മനുഷ്യനുള്ള ബാധ്യത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ഊന്നിപ്പറയുകയുണ്ടായി. അതുപോലെ തന്നെ സാമൂഹികമായ ബന്ധങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ പ്രഭാഷണങ്ങളിൽ വിഷയമാക്കി. അനാചാരങ്ങൾ ഒഴിവാക്കുക, ജാഹിലിയത്തുകൾ ഒഴിവാക്കുക. ഏറ്റവും വലിയ ജാഹിലിയത്തിന്റെ ഉദാഹരണം എന്താണ്? പലിശയാണ്. ആ പലിശ എന്ന ജാഹിലിയത്തിനെ ഞാനിതാ എന്റെ കാൽ കീഴിൽ ചവിട്ടി അമർത്തുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അറഫ പ്രഭാഷണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, മനുഷ്യ ജീവിതത്തിൽ പുലർത്തേണ്ടുന്ന ഉന്നതമായ മൂല്യങ്ങളാണ്. ശരിക്കു പറഞ്ഞാൽ ഈ ഒരു ആരാധനയുടെ സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു ദിക്ർ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന, ആരാധനയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ മര്യാദകൾ, അത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചു പോവുക എന്നതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ ചെയ്തിട്ടുണ്ട്.
ഞാൻ ഹജ്ജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കി പഠിക്കുക, അങ്ങനെ നിങ്ങൾ ചെയ്യുക. ഹജ്ജിന്റെ കർമ്മങ്ങൾ, അതിന്റെ ഓരോ വിശദാംശങ്ങളും എന്നിൽ നിന്ന് നിങ്ങൾ കണ്ടു പകർത്തുക എന്നൊരു വിശ്വാസം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു നല്ല സാഹചര്യം ഒത്തു വന്നപ്പോൾ, വളരെ മനോഹരമായ ഒരു രംഗം മുന്നിൽ വന്നപ്പോൾ, മനുഷ്യരെ കുറിച്ച്, അവരുമായുള്ള ബന്ധങ്ങളെ കുറിച്ച്, അതിലെ സാമൂഹ്യ നീതിയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ പറഞ്ഞു എന്നതാണ്. എന്നിട്ട് ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കാൻ ആവശ്യപ്പെട്ടു. അതുമാത്രമാണ് നമ്മുടെ വിജയത്തിന്റെ നിദാനം എന്ന് പറയുന്നത്, നമ്മുടെ വിമോചനത്തിന്റെ വഴി എന്ന് പറയുന്നത് അതാണ്. തറക്തു ഫീകും അംറൈൻ ലൻ തുദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നതി. നിങ്ങൾക്കിതാ ഞാൻ രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു പോവുകയാണ്. അതിലൊന്ന് അള്ളാഹുവിന്റെ കിതാബാണ്, മറ്റൊന്ന് എന്റെ ചര്യയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കിതാബും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുമാണ്. അത് മുറുകെ പിടിച്ച് ജീവിച്ച കാലത്തോളം മുഅ്മിനീങ്ങൾക്ക് ഉന്നതമായ സ്ഥാനമുണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് മുഅ്മിനീങ്ങൾക്ക് വലിയ സ്ഥാനം കിട്ടിയത്? ഭൗതികമായ സ്വത്തുക്കളെ കൊണ്ടല്ല, ഭൗതികമായ വിഭവങ്ങളെ കൊണ്ടല്ല, ആൾബലത്തെ കൊണ്ടല്ല. പിന്നെന്താണ്? അള്ളാഹുവിന്റെ കിതാബും തിരുചര്യയും മുറുകെ പിടിച്ചത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ കിതാബിലേക്കും തിരുചര്യയിലേക്കും മടങ്ങിപ്പോകാൻ നമുക്ക് കഴിഞ്ഞാൽ അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും നിങ്ങൾക്ക് തിരിച്ചു പോകാനായാൽ അപ്പോൾ മാത്രമാണ് നമുക്ക് അന്തസ്സ്, ഇസ്സത്ത് തിരികെ കിട്ടുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അന്തസ്സ് കിട്ടാൻ മറ്റു പലതിന്റെയും പിന്നാലെ പോവുകയാണ്. നമ്മൾ പലരോടും അഭയം ചോദിക്കുകയാണ്. സ്വയം തന്നെ അഭയം ലഭിക്കാത്ത ആളുകളോട് നമ്മൾ അഭയം ചോദിക്കുകയാണ്. അള്ളാഹു പറഞ്ഞല്ലോ, ഇസ്സത്ത് അഖിലവുമുള്ളത് അള്ളാഹുവിന്റെ അടുത്താണ്. ഇസ്സത്ത് അള്ളാഹുവിന്റെ അടുത്താണ് ഉള്ളതെങ്കിൽ പിന്നെ അള്ളാഹുവിൽ നിന്നല്ലേ ഇസ്സത്ത് ലഭിക്കൂ. ഇസ്സത്ത് ലഭിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്നവരുടെ പിന്നാലെ കൂടി നമ്മൾ ഇസ്സത്ത് ചോദിച്ചാൽ നമുക്ക് എങ്ങനെയാണ് ഇസ്സത്ത് ലഭിക്കുക? അതുകൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് അള്ളാഹുവിന്റെ കിതാബാണ്, തിരുചര്യയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ പ്രഭാഷണങ്ങളിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ അറഫ പ്രഭാഷണത്തെ നമ്മൾ പഠിക്കുമ്പോൾ നാം ജീവിക്കുന്ന ഈ കാലത്തേക്ക് പ്രത്യേകമായി പറഞ്ഞതാണോ എന്ന് തോന്നിപ്പോകും ചില കാര്യങ്ങൾ. സാമ്പത്തികമായ പ്രശ്നമായാലും, പലിശയുൾപ്പെടെ സാമ്പത്തികമായിട്ടുള്ള പരാജയപ്പെട്ട അത്തരമൊരു വ്യവസ്ഥയെ സംബന്ധിച്ചാണെങ്കിലും, സ്ത്രീകളെ അടിച്ചമർത്തുന്നതിനെ സംബന്ധിച്ചാണെങ്കിലും, മറ്റു ചില ജാഹിലിയത്തുകൾ കൊടികുത്തി വാഴുന്നതിനെ കുറിച്ചാണെങ്കിലും, മനുഷ്യന്റെ രക്തത്തിനും ജീവനും വിലയില്ലാതായി പോകുന്ന ഈ കാലത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നത്തേക്ക് വേണ്ടി നടത്തിയ പ്രസംഗം പോലെ നമുക്കത് കാണാൻ കഴിയും. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കണം, നമ്മളതിനെ കുറിച്ച് പഠിക്കണം, നമ്മളതിന്റെ വക്താക്കളായി മാറണം. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കല് അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് ജാതി ശ്രേണിയിൽ ഉയർത്തപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു കോപാകുലനായ നേരത്ത് അറിയാതെ അബദ്ധത്തിൽ ഇബ്ന സൗദ എന്ന് വിളിച്ചുപോയി. കറുത്തവരുടെ പുത്ര എന്നാണ്. രണ്ടുപേരും സഹാബികളാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹിന്റെ സഹാബിയാണ്. അബൂദർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സഹാബിയാണ്. ചിലർക്കാരനൊന്നുമല്ല. ജീവിതത്തിൽ വലിയ ത്യാഗങ്ങൾ ചെയ്ത വ്യക്തിയാണ്, ഒരുപാട് സമർപ്പണം നടത്തിയ വ്യക്തിയാണ്. പക്ഷെ മനുഷ്യനല്ലേ, ചിലപ്പോ ചില പാളിച്ചകളൊക്കെ സംഭവിച്ചു പോവല്ലോ. അങ്ങനെ എന്തോ എന്ന് പറഞ്ഞപ്പോ കറുത്തവരുടെ പുത്ര എന്ന് വിളിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ആദ്യമായിട്ട് ഒരാൾ ആക്ഷേപിക്കല്ല, എത്രയോ പേർ വാക്കുകൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് എത്രയോ പേരുടെ അവഗണനയും ആക്ഷേപ ശകാരങ്ങളും ബിലാൽ റളിയല്ലാഹു അൻഹു നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടൊരു പുതുമയുള്ള വിളിയൊന്നും അല്ലാതെ
പക്ഷേ ഇത് ആരാ വിളിക്കുന്നേ? മനുഷ്യരെല്ലാം ചീർപ്പിന്റെ പല്ല് പോലെ സമന്മാരാണെന്ന് പഠിപ്പിച്ച, എല്ലാവരും ആണിന്റെയും പെണ്ണിന്റെയും മക്കളാണെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരനായ ഒരാൾ ഇങ്ങനെ വിളിച്ചപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു സങ്കടമായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സങ്കടം പറഞ്ഞോടെ തീർന്നുട്ടോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷേ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ചു. അങ്ങനെ അടുത്ത് വന്ന അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്ത് തട്ടിയിട്ട് ചോദിച്ചു, ഇതിനകത്ത് ഇപ്പോഴും ജാഹിലിയത്ത് ബാക്കിയുണ്ടല്ലേ എന്ന്. നെഞ്ചത്ത് തട്ടിയിട്ട് ചോദിക്കുകയാണ്, ഇതിനകത്ത് ഇനിയും ജാഹിലിയത്ത് ബാക്കിയുണ്ടല്ലേ? നിറത്തിന്റെ പേരിൽ, കുലത്തിന്റെ പേരിൽ, തറവാടിത്തത്തിന്റെ പേരിൽ, വംശത്തിന്റെ പേരിൽ മനുഷ്യൻ ആക്ഷേപിക്കുന്നത് ജാഹിലിയത്താണെന്ന വലിയ പാഠമാണ്. അബൂദർ റളിയല്ലാഹു അൻഹു ആകപ്പാടെ ബേജാറായിപ്പോയി. എന്നിട്ട് പിന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞു നടക്കുകയാണ്. അങ്ങനെ തെരഞ്ഞു നടന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ മുമ്പിൽ അവിടെ കിടന്നിട്ട് മുഖം കാലിനടുത്ത് വെച്ചു കൊടുത്തു. ഇവിടെ ചവിട്ടണമെന്ന് പറഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹു ആകപ്പാടെ എന്താണിത് പറ്റിയത്? വിഷമൊന്ന് റസൂലുള്ളാഹിയോട് പറഞ്ഞു എന്നല്ലാതെ പിന്നെ പരാതി കൊണ്ട് ഇങ്ങനെ നടക്കുന്നൊന്നുമില്ല. പറഞ്ഞതോടെ അതങ്ങ് കഴിഞ്ഞു, സങ്കടം മാറി. പക്ഷെ ഇപ്പോഴിതാ അബൂദർ വന്നിട്ട് ഇങ്ങനെ പറയുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു അബൂദർ റളിയല്ലാഹു അൻഹുവിനെ എടുത്ത് എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ആശ്ലേഷിക്കുകയാണ്. അബൂദർ റളിയല്ലാഹു അൻഹു സയ്യിദി എന്നാണ് വിളിക്കുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സയ്യിദി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന അബൂദർ റളിയല്ലാഹു അൻഹുവിനെ ആശ്ലേഷിക്കുന്ന രംഗമുണ്ട്. ഗഫാർ ഗോത്രത്തിലെ അബൂദർ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആശ്ലേഷിക്കുന്ന ചരിത്രത്തിലെ സന്ദർഭം സൃഷ്ടിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ജീവിത ദർശനത്തിനെ കഴിയൂ. ഇന്നും വലിയ വലിയ പരിഷ്കാരങ്ങൾ പറയുന്ന സമൂഹത്തിന് അത് സാധിച്ചിട്ടില്ല. വർണ്ണത്തിന്റെ പേരിലുള്ള അകറ്റുനിർത്തലുകൾ ഇന്നും നടമാടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, നമ്മളുടെ ദീൻ എന്ന് പറയുന്നത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിച്ച, മനുഷ്യന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന ദീനാണ് എന്ന് പറയാൻ കഴിയും. പക്ഷെ ഇത് ആദ്യം നമ്മൾ നമ്മളോട് തന്നെ പറയണം. നമ്മുടെ മനസ്സിൽ മറ്റു മനുഷ്യരുടെ സ്ഥാനം എന്താണ്, മറ്റു മനുഷ്യർക്ക് നാം കൊടുക്കുന്ന വില എന്താണ്? നമ്മേക്കാൾ ഏതോ നിലക്ക് ഒരല്പം കുറവുള്ള, ശാരീരിക ശേഷി കൊണ്ടോ അറിവ് കൊണ്ടോ ജനിച്ച വീട് കൊണ്ടോ സാമ്പത്തിക നില കൊണ്ടോ മറ്റേതെങ്കിലും കാര്യത്തിൽ നമ്മളെക്കാൾ അല്പം താഴെയാണ് എന്ന് നമ്മൾ കരുതിപ്പോകുന്ന, ചിലപ്പോൾ അത് ഏറ്റവും വലിയ തെറ്റിദ്ധാരണയായിരിക്കും, ആളുകളോടുള്ള നമ്മുടെ സമീപനം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കണം, തിരുത്തണം. ദുൽഹജ്ജ് മാസത്തിന്റെ ഒരു വലിയ തിരുത്തായിട്ട് നമ്മളത് സ്വീകരിക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് നമുക്ക് ഉറക്കെ പറയാൻ കഴിയണം. അതിനെ ഉയർത്തിപ്പിടിക്കുക. മനുഷ്യനുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ ജീവിത പാഠങ്ങളെക്കാളും വലുതാണ് അള്ളാഹു നമുക്ക് അറിയിച്ചു തന്ന ജീവിത പാഠം എന്ന് ഉറക്കെ പറയാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണ് ദുൽഹജ്ജിന്റെ പാഠങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ടത്. അങ്ങനെയാണ് അറഫയുടെ പാഠങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ടത്. അങ്ങനെയാണ് ഓരോ അറഫയും നമ്മുടെ മുമ്പിൽ ആവർത്തിച്ചു വരുമ്പോൾ അതിന്റെ പ്രകാശത്തെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.